ഹലോ മക്കളെ, നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചർച്ച ചെയ്തിരുന്നു. അതായത് വിവിധ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ബഹിരാകാശ പദ്ധതികളുമായി ബന്ധപ്പെട്ട എല്ലാ കറണ്ട് അഫയേഴ്സും ചർച്ച ചെയ്തിരുന്നു. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും വന്നത്. അപ്പൊ അതേ സോഴ്സ് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ IT-യുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ചർച്ച ചെയ്യുന്നത്. ഇനി വരുന്ന എക്സാമുകളിലാണെങ്കിലും ഈ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായും കാണാം. കാരണം അതിൽ നിന്ന് എന്ത് തന്നെയായാലും LDC ആണെന്നുണ്ടെങ്കിലും LGS ആണെന്നുണ്ടെങ്കിലും LPUP ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ ഭാഗത്തുനിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ IT നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമിന് സിലബസിൽ IT പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഈ ക്ലാസ്സും കണ്ടിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകുകയാണ്. അതിനു മുമ്പ് പറയട്ടെ, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട PDF നോട്ടുകൾ ആവശ്യമുണ്ട് എങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലാണ് നൽകിയിരിക്കുന്നത്. ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഈ നോട്ട്സുകളെല്ലാം തന്നെ PDF രൂപത്തിൽ നൽകുന്നതായിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ആദ്യത്തെ 6G ഉപകരണം, 6G, നമ്മൾ 5G അല്ലേ ഇപ്പൊ ലാസ്റ്റ് നമ്മൾ 5G വരെ എത്തിയിട്ടുള്ളൂ അല്ലേ, ഇത് 6G ആണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ 6G ഉപകരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ 6G ഉപകരണം പുറത്തിറക്കിയ രാജ്യം ജപ്പാനാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. നമ്മൾ ഡോകോമോ എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ കമ്പനി കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ ഡോകോമോ, അതുപോലെ NTT കോർപ്പറേഷൻ, NEC കോർപ്പറേഷൻ, നിങ്ങൾ ജസ്റ്റ് കേട്ടാൽ മതി. ഡോകോമോ, NTT കോർപ്പറേഷൻ, NEC കോർപ്പറേഷൻ തുടങ്ങിയ ജപ്പാനിലെ പ്രമുഖ ടെലികോം കമ്പനികൾ സംയുക്തമായിട്ടാണ് ഇങ്ങനൊരു 6G ഉപകരണത്തിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചെടുത്തത്. ഇതിന് നമ്മുടെ 5G നെറ്റ്വർക്കിനെക്കാട്ടും 100 GB ട്രാൻസ്മിഷൻ റേറ്റ് കൂടുതലാണെന്ന്, 100 GB ട്രാൻസ്മിഷൻ റേറ്റിംഗ് കൂടുതലാണെന്നാണ്, സെക്കൻഡിലാണ് പറയുന്നത്, കൂടുതലാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ള കാര്യം, ഈ 6G ഉപകരണം ആദ്യമായിട്ട് പുറത്തിറക്കിയത് ജപ്പാനാണെന്ന് പഠിച്ചിരിക്കുക. അല്ലെ, എല്ലാ ഒരുവിധം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഏറ്റവും ആദ്യം തന്നെ ജപ്പാനായിരിക്കില്ല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ജപ്പാൻ തന്നെയാണ് ഈ 6G ഉപകരണം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 5G-വിനെ അപേക്ഷിച്ച് സെക്കൻഡിൽ 100 GB ട്രാൻസ്മിഷൻ റേറ്റിംഗ് കൂടുതലുണ്ടെന്നും കൂടിയും ഓർത്തിരിക്കുക. ആ കമ്പനിയുടെ പേര് പഠിക്കണമെന്നില്ല, ഡോകോമോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കിട്ടും. അതിന്റെ കൂടെ NTTയും NECയും, NTT, NEC കോർപ്പറേഷൻ തുടങ്ങിയ കമ്പനികൾ ചേർന്നിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത് എന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അടുത്ത ചോദ്യം, നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ OpenAI അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലായിടത്തും ഈ നിർമ്മിത ബുദ്ധിയിലെ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ഉപയോഗിച്ചിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിക്കാനേ നേരമുള്ളൂ. അപ്പൊ ഇതിൽ എന്താണ്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോ ഉണ്ടാക്കുക. അതായത് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും മോർഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, അത് തന്നെത്താൻ ചെയ്തോളും. നമ്മളായിട്ട് അതിന് മെനക്കെട്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വീഡിയോ സൃഷ്ടിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന ഇതിന്റെ AI-യുടെ പേരാണ് സോറ എന്നുള്ളത്. സോറ. അപ്പൊ നമ്മൾ സാധാരണ സോറ പറയാന്ന് പറയില്ലേ, നമുക്ക് ഇങ്ങനെ സംസാരിച്ച് സ്വകാര്യം പറഞ്ഞ് കുറെ നേരം സംസാരിച്ചിരിക്കുന്നതിന് സോറ പറയാന്ന് പറയും. നിങ്ങളുടെ അവിടെ പറയുമെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സോറ അല്ലെ, സോറ എന്നാണ് ആ AI-യുടെ പേര്. അത് അവതരിപ്പിച്ചതാരാണ്? OpenAI ആണെന്നും കൂടി ഓർത്തിരിക്കുക. വീഡിയോകളിലെ പിഴവുകൾ തിരുത്താനും അതിലെ ദൃശ്യങ്ങൾക്ക് മിഴിവ് വർദ്ധിപ്പിക്കാനും കഴിയുന്ന സോറ OpenAI-യുടെ CEO ആയിട്ടുള്ള സാം ആളുടെ പേരാണ് പറഞ്ഞത്. സാം ഓൾട്ട്മാൻ ആണ് അവതരിപ്പിച്ചത്. സാം എന്ന് പഠിച്ചാലും മതി. സാം ഓൾട്ട്മാൻ ആണ് ഇത് അവതരിപ്പിച്ചത്. പേരൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അതിന്റെ AI-യുടെ പേര് മാത്രം പഠിച്ചേക്കുക. സോറ എന്നുള്ളതാണ് അതിന്റെ പേര്. നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വീഡിയോകൾ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേര് സോറ എന്നാണ്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരി 16 എവിടെയാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത്? അതായത് ഈ നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അല്ലെ. കാരണം നമുക്കൊരു ഫോട്ടോ നൽകിയിട്ടുണ്ടെങ്കിൽ അയാൾ സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാളുടെ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരാളുടെ ചെറിയ രീതിയിലോ കുറച്ച് സമയത്തെ സംഭാഷണം നൽകിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലോങ് വീഡിയോസ് അല്ലെ, സംഭാഷണങ്ങൾ, വലിയ പ്രഭാഷണങ്ങൾ വരെ ഈ AI ഉപയോഗിച്ച് സൃഷ്ടിക്കാൻ സാധിക്കും.
അപ്പൊ ഈ നമ്മുടെ ഈ 2024 എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല US-ലും പല രാജ്യങ്ങളിലും ഈ സമയത്ത് ഇലക്ഷൻ നടക്കുന്നതാണ്. അപ്പൊ ഈ AI ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പലതരത്തിലുള്ള വ്യാജ വീഡിയോകളൊക്കെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കും അല്ലേ മൊത്തത്തിൽ. ഈ മോശമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ വെച്ചുകൊണ്ട് ഈ നേതാക്കന്മാരുടെയൊക്കെ ഒരു വീഡിയോ അങ്ങോട്ട് ഇറക്കിയാൽ മതി. അപ്പൊ ഇത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് 2024 ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ചേർന്നത്. അത് എവിടെ വെച്ചാണ് നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂണിക്ക് ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചിട്ടാണ് നടന്നത് എന്ന് ഓർത്തിരിക്കുക. AI സങ്കേതങ്ങൾ ഉപയോഗിച്ച് വ്യാജ വിവരങ്ങളും വീഡിയോകളും സൃഷ്ടിക്കാൻ തയ്യാറാക്കി വോട്ടർമാരെ സ്വാധീനിക്കുന്നതും കബളിപ്പിക്കുന്നതും തടയുക, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ നിരുത്സാഹപ്പെടുത്തുക എന്നിവ സംബന്ധിച്ചാണ് കമ്പനികൾ ധാരണയിലെത്തിയത്. അതായത് ഇത് മെയിനായിട്ടും ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഏറ്റവും കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല അല്ലെ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് കള്ളനോട്ട് അടിച്ചിറക്കാന്നൊക്കെ പറയണത് അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പറഞ്ഞാൽ കുറച്ച് തലമണ്ട ഉള്ളവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് മെയിൻ ആയിട്ടും കമ്പനികൾ അല്ലെ IT കമ്പനികൾ വഴിയൊക്കെയാണ് നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കമ്പനികളുടെ മീറ്റിംഗ് ആണ് മെയിൻ ആയിട്ട് നടന്നത്. ഇവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ധാരണയിലെത്താം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത്. 17 പ്രമുഖമായിട്ടുള്ള ടെക് കമ്പനികൾ ഇത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നടന്ന സ്ഥലം ശ്രദ്ധിക്കുക, ജർമ്മനിയിലെ മ്യൂണിക്കാണ്. 2024 ഫെബ്രുവരി 16 നടന്നത്. 2024 ഫെബ്രുവരി 16 മീറ്റിംഗ് നടന്നത്. ജർമ്മനിയിലെ മ്യൂണിക്കിലാണ് നടന്നത്. ഇലക്ഷനുമായിട്ട് മുന്നോടിയായിട്ട് ഇലക്ഷന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം ചേർത്തതെന്നും കൂടിയും ഓർത്തിരിക്കാം. അടുത്തത് കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രൊഫസറിന്റെ പേര്. അപ്പൊ കേരളവും വികസിപ്പിച്ചു സ്വന്തമായിട്ട്. അപ്പൊ കേരളം സ്വന്തമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രൊസസറിന്റെ പേര്, പ്രൊസസറിന്റെ പേര് കൈരളി എന്നാണ് ആ പ്രൊസസറിന്റെ പേര്. ഇത് വികസിപ്പിച്ചെടുത്തത്, അപ്പൊ കേരളത്തിന്റെ കൈരളി എന്ന് ഓർക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇത് വികസിപ്പിച്ചെടുത്തത് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ കൈരളി ആരാണ് വികസിപ്പിച്ചെടുത്തതെന്നൊക്കെ ചോദിക്കും. ഓപ്ഷനില് പല പ്രമുഖ ഇതുകളും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് ഇത് വികസിപ്പിച്ചെടുത്തതെന്ന് ഓർക്കാം. കാർഷികം, വ്യോമയാനം, മൊബൈൽ സാങ്കേതികവിദ്യ, ആരോഗ്യം, ഡ്രോണുകൾ തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പൊ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല ഇത്തരത്തിലൊരു AI-നെ വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല ഇത്തരം ഒരു നേട്ടം സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കേരളം ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി പ്രൊസസറിന്റെ പേര് കൈരളി എന്നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി. AI തന്നെയാണ് ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ എന്ന് വെച്ചാൽ കുറെ ഭാഷകൾ അല്ലെ, കുറെ ഭാഷകളുടെ പ്ലാറ്റ്ഫോം, അതായത് കൃത്രിം എന്നാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. സാധാരണ ഒരാൾക്കൊക്കെ 1-2 ഭാഷയൊക്കെ അറിയാൻ പറ്റൂല്ലേ. ഒരുപാട് ഭാഷ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് അത് കൃത്രിമമാണെന്ന് ഉറപ്പാണ് അല്ലെ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിന്റെ പേര് കൃത്രിം എന്നാണ്. ഒലയുടെ സ്ഥാപകനായിട്ടുള്ള ഭവീഷ് അഗർവാൾ ആണ് ഇതിന്റെ സ്ഥാപകൻ. ഇതിന്റെ സ്ഥാപകൻ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷ എന്ന് പറയുമ്പോൾ 2-3 ഭാഷ സംസാരിക്കാൻ പറ്റും. ബഹുഭാഷ എന്ന് പറഞ്ഞാൽ അത് എന്തായാലും കൃത്രിമമാണെന്ന് ഓർക്കുക. അപ്പൊ കൃത്രിം എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ ഓർത്തു നോക്കാം. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 6G ആരാണ് വികസിപ്പിച്ചെടുത്തത്? ജപ്പാനാണ് അല്ലെ. ജപ്പാനാണ് ആദ്യമായിട്ട് 6G വികസിപ്പിച്ചെടുത്തത്. 5G നെറ്റ്വർക്കിനെക്കാട്ടും സെക്കൻഡിലെ 100 GB ട്രാൻസ്മിഷൻ റേറ്റിംഗ് കൂടുതലാണ് 6Gക്ക്. അതാണ് നമ്മളിവിടെ പറഞ്ഞുള്ളൂ. ഇനി 3 കമ്പനികൾ ചേർന്നിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഒന്ന് ഡോകോമോ, പിന്നൊന്ന് NTT കോർപ്പറേഷനും പിന്നൊന്ന് NEC കോർപ്പറേഷനുമാണ് വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോകൾ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതം അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ചു. അതിന്റെ പേരെന്താണ്? നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് വീഡിയോ സൃഷ്ടിക്കുക. അപ്പൊ നമ്മൾ നിർദ്ദേശങ്ങൾ ഇങ്ങനെ കുറെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൊറ പറയാ അല്ലെ. സൊറ എന്നുള്ളതാണ് ഇതിന്റെ പേര്, ആ നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേര്. അത് ആരാണ്? ഓപ്പൺ AI ആണ് അവതരിപ്പിച്ചത്. അപ്പൊ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീഡിയോകൾ സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി സങ്കേതത്തിന്റെ പേരെന്താണ്? സൊറ എന്നുള്ളതാണ്. ഓപ്പൺ AI ആണ് ഇത് അവതരിപ്പിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഓപ്പൺ AIയുടെ CEO ആയിട്ടുള്ള സാം ഓൾട്ട്മാൻ ആണ് അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരി 16. അപ്പൊ 2024 എന്ന് പറയുമ്പോൾ ഈ വർഷമാണ്. എവിടെ വെച്ചിട്ടാണ് നിർമ്മിത ബുദ്ധി സുരക്ഷാ സമ്മേളനം നടന്നത്?
സുരക്ഷാ സമ്മേളനം ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലെ. എന്തിനാണ് മ്യൂണിക്കിൽ വെച്ച് നടന്നത്? അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2024 ഇന്ത്യയിൽ മാത്രമല്ല US മറ്റ് പല രാജ്യങ്ങളിലും ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യാജ വീഡിയോകളൊന്നും പുറത്തിറക്കി ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 17 പ്രമുഖ ടെക് കമ്പനികളും ആയി ചേർന്നിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. ഈ സമ്മേളനത്തിൽ ധാരണയിലെത്തിയില്ലേ അവര്. അടുത്ത ചോദ്യം, കേരളം ആദ്യമായിട്ട് വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി പ്രോസസറിന്റെ പേരെന്താണ്? എല്ലാവർക്കും കിട്ടുമല്ലോ, കൈരളി എന്നാണ് അല്ലെ. കൈരളി എന്നാണ്. ആരാണ് ഇത് വികസിപ്പിച്ചെടുത്തത്? കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്തത്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സർവകലാശാല ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി. ഒരു ഭാഷ രണ്ട് ഭാഷ ഒന്നല്ല, ബഹുഭാഷയാണ്. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും? കൃത്രിം എന്നാണ്. കൃത്രിം. ഒലയുടെ സ്ഥാപകനായിട്ടുള്ള ഭവീഷ് അഗർവാൾ ആണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അടുത്തത്, നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികൾ നേരിടാനും ആഗോളതലത്തിൽ നയങ്ങളും പൊതുമാനദണ്ഡങ്ങളും തയ്യാറാക്കുന്നതിനുമായിട്ട് ലോകരാജ്യങ്ങളുടെ ആദ്യത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉയർത്തുന്ന ഈ ഭീഷണികൾ നേരിടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് ഒരു ഉച്ചകോടി നടക്കുന്നത്. 2023 ഇത് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെച്ച്ലി പാർക്ക്, ഇംഗ്ലണ്ടിലെ ബെച്ച്ലി പാർക്കിലാണ് നടന്നത്. 2023 നവംബർ 1-2 തീയതികളായിട്ടാണ് ഈ ഉച്ചകോടി നടന്നത്. ഇതിന്റെ ആതിഥ്യം വഹിച്ചത് അപ്പൊ ആരാണ്? ബ്രിട്ടൻ ആണ് ആതിഥ്യം വഹിച്ചത്. നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയത്. 28 രാജ്യങ്ങൾ മൊത്തത്തിൽ പങ്കെടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്, നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികൾ നേരിടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നടന്നത് ഇംഗ്ലണ്ടിലെ ബെച്ച്ലി പാർക്കിലാണ്. 2024 നടന്നത് ജർമ്മനിയിലെ മ്യൂണിക്കിലാണ്. അത് ആദ്യത്തേതല്ല. ഇത് ആദ്യത്തെ ഉച്ചകോടിയാണെന്നും 2023 നടന്നതെന്നും ഓർത്തിരിക്കുക. അപ്പൊ ആദ്യത്തെ ഉച്ചകോടി നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന ഭീഷണികൾ നേരിടാനും ആഗോളതലത്തിൽ നയങ്ങളും പൊതുമാനദണ്ഡങ്ങളും തയ്യാറാക്കുന്നതിനുമായിട്ട് ലോകരാജ്യങ്ങൾ ആദ്യത്തെ ഉച്ചകോടി നടത്തിയത് എവിടെയാണ്? ബെച്ച്ലി പാർക്കിലാണ്. ഇംഗ്ലണ്ടിലാണ് ഈ ബെച്ച്ലി പാർക്ക്. 28 രാജ്യങ്ങൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആണ് പങ്കെടുത്തതെന്ന് ഓർത്തിരിക്കുക. 2023 നവംബർ 1-2 തീയതികളിലായിട്ടാണ് ഈ ഉച്ചകോടി നടന്നത്. അടുത്തത്, ഓൺലൈനിൽ കുട്ടികൾക്കു നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും ചെറുക്കാൻ ടെക് ഭീമന്മാരായിട്ടുള്ള മെറ്റയും ഗൂഗിളും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ലാറ്റേൺ എന്നാണ് പദ്ധതിയുടെ പേര്. അപ്പൊ ഓൺലൈനിൽ കുട്ടികൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. കാരണം ഇപ്പൊ കുട്ടികൾക്ക് ഈ മൊബൈൽ യൂസിങ് വളരെ കൂടുതലാണ്. അവർ പല ഓൺലൈൻ ഗെയിമുകളിലും കയറിയിട്ട് അവർക്കറിയില്ല അവരെന്താ ചെയ്യുന്നത്. അപ്പൊ പലതരത്തിലുള്ള ചൂഷണങ്ങൾ, ലൈംഗിക അതിക്രമങ്ങളും പലതരത്തിലുള്ള ചൂഷണങ്ങളും അവർ നേരിടുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ മിക്കപ്പോഴും ഈ പൈസയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പൈസയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തും. അപ്പൊ ഇവർക്ക് വീട്ടിൽ പറയാൻ പേടിയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഗെയിം കളിച്ച് പൈസ പോയി എന്നൊക്കെ പറഞ്ഞാൽ വീട്ടുകാർ തല്ലിക്കൊല്ലില്ലേ. അപ്പൊ ഇവർ പലതരത്തിലുള്ള ഈ അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ ഇരയായി പോകും. അപ്പൊ ഇത് തടയുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിളും മെറ്റയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ലാറ്റേൺ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് പഠനത്തിലൂടെ കണ്ടെത്തിയതാണ്. ആ പാസ്വേഡ് 1 2 3 4 5 6 എന്നാണ്. മിക്കവരും നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പാസ്വേഡ് കൊടുക്കും, പിന്നെ നമ്മളത് മറന്നു പോകും അല്ലെ. പിന്നെ നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് മറികടക്കാൻ വേണ്ടി മിക്കവരും ഏറ്റവും എളുപ്പമുള്ള പാസ്വേഡ് കൊടുക്കും. ചിലർ പാസ്വേഡ് തന്നെ കൊടുക്കും. ചിലർ 1 2 3 4 5 6 എന്ന് കൊടുക്കും അല്ലെ. ചിലർ വീട്ടിലെ കുട്ടികളുടെ പേരോ അല്ലെങ്കിൽ പട്ടിയുടെ പേരോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുക്കുന്ന പാസ്വേഡ് ഏതാണ്? 1 2 3 4 5 6 എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊടുക്കുന്ന പാസ്വേഡ്. ഇനി രണ്ടാമതായി കൊടുക്കുന്ന പാസ്വേഡ് എന്ന് പറയുന്നത് അഡ്മിൻ ആണ്. അഡ്മിൻ പറഞ്ഞിട്ട് ഒരു ലോഗിൻ ഉണ്ടായിരിക്കും. അതിൽ അഡ്മിൻ തന്നെ പാസ്വേഡും കൊടുക്കും. കണ്ടിട്ടുണ്ടാവും, മിക്ക കമ്പനികളിലുള്ളതാണ്. നിങ്ങൾക്ക് മിക്ക ലാപ്ടോപ്പ് എടുത്താലും കാണാം, അതിൽ നമുക്ക് രണ്ട് ലോഗിൻ ഉണ്ടായിരിക്കും അല്ലെ. അതിൽ ഒന്ന് നമ്മുടെ അഡ്മിന് ലോഗിൻ ചെയ്യാനായിരിക്കും. അതിന്റെ പാസ്വേഡ് മിക്കപ്പോഴും അഡ്മിന് തന്നെയായിരിക്കും. അപ്പൊ രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്ന പാസ്വേഡ് അഡ്മിന് തന്നെയാണ്. മൂന്നാമതായിട്ട് യൂസ് ചെയ്യുന്ന പാസ്വേഡ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 വരെയും കൂടി ഉണ്ട്. 8 വരെ. അപ്പൊ ഇതിൽ അവർ പറയുന്നത് അക്കങ്ങളും അക്ഷരങ്ങളും ചിഹ്നങ്ങളും അടങ്ങുന്ന, അക്കങ്ങൾ വേണം, അക്ഷരങ്ങൾ വേണം, ചിഹ്നങ്ങൾ വേണം, ഇതൊക്കെ അടങ്ങുന്ന 20 ക്യാരക്ടറെങ്കിലുമുള്ള പാസ്വേഡ് ഉപയോഗിക്കാനാണ് അക്കൗണ്ട് ഉടമകളോട് നോട്ട് പാസ് ആണ് ഈ സർവേ നടത്തിയത്.
അവർ നിർദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് അതാണ് 123456 എന്നുള്ളതാണ്. അടുത്തത് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് 2000 വർഷം പഴക്കമുള്ള റോമൻ ചുരുളിലെ അക്ഷരങ്ങൾ അടുത്തിടെ ഒരു നിർമ്മിത ബുദ്ധി വായിച്ചെടുത്തു. അല്ലെ, നമ്മ മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കില്ല. 2000 വർഷം പഴക്കമുള്ള റോമൻ ചുരുളിലെ അക്ഷരങ്ങൾ അടുത്തിടെ ഒരു നിർമ്മിത ബുദ്ധി വായിച്ചെടുത്തു. അതിനെക്കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതായത് AD 79 AD 79 എന്നറിയാലോ, അത്ര അധികം നാൾ മുമ്പാണ് ഇറ്റലിയിലെ പോംപെ നഗരത്തില് മൗണ്ട് വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി. മൗണ്ട് വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായി. ഈ സ്ഫോടനത്തിൽ ഈ ചുരുള് ഭാഗികമായിട്ട് കത്തി നശിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഭാഗികമായി കത്തി നശിച്ചതുകൊണ്ട് ഇത് വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് വായിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെസൂവിയസ് ചലഞ്ച് എന്ന പേരിൽ ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ ഇത് ആർക്കും വായിക്കാൻ സാധിക്കുന്നുണ്ടായില്ല. പക്ഷെ ഈ അടുത്താണ് ഒരു AI ഉപയോഗിച്ചുകൊണ്ട് ഇതിലെ അക്ഷരങ്ങൾ വായിച്ചെടുത്തത്. ഇങ്ങനെ വായിച്ചെടുത്ത ആൾക്ക് വെറുതെയല്ല $7 ലക്ഷം സമ്മാനമായി നൽകിയത്. അപ്പോൾ $7 ലക്ഷം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം 5.8 കോടി രൂപ തന്നെ സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ട്. ഇതിന്റെ 5% മാത്രം ഇപ്പോൾ വായിച്ചിട്ടുള്ളൂ, ബാക്കിയും കൂടിയും വായിക്കും. ഇതിൽ നമ്മുടെ തത്വചിന്തകനും കവിയുമായിട്ടുള്ള ഫിലോഡമസ് എഴുതിയതാണ് ഈ ചുരുൾ എന്ന് പറയുന്നത്. ചുരുളിന്റെ പേര് പാപ്പിറസ് ചുരുൾ എന്നാണ്. പാപ്പിറസ് ചുരുൾ. ഇതിൽ സംഗീതം, ഭക്ഷണം, ജീവിതം ഇതൊക്കെ എങ്ങനെ ഒരു മനുഷ്യന് ആസ്വദിക്കാൻ സാധിക്കും എന്ന വിഷയങ്ങളെ കുറിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നാം പറഞ്ഞത് എന്താണ്? 2000 വർഷം പഴക്കമുള്ള ചുരുളാണ് AI ഉപയോഗിച്ചുകൊണ്ട് വായിച്ചിരിക്കുന്നത്. ഇത് എവിടത്തെയാണെന്ന് ചോദിച്ചാൽ റോമനിലുള്ളതാണ്. ഇത് നമ്മുടെ മൗണ്ട് വെസൂവിയസ് എന്ന അഗ്നിപർവ്വതത്തിൽ ഭാഗികമായിട്ട് കത്തി നശിച്ചു പോയതാണ്. മൗണ്ട് വെസൂവിയസ് അഗ്നിപർവ്വത സ്ഫോടനത്തിൽ ഭാഗികമായി കത്തി നശിച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതാണ് ഇപ്പോൾ വായിച്ചെടുത്തത്. ഇത് വായിക്കുന്നതിന് വേണ്ടിയിട്ട് വെസൂവിയസ് ചലഞ്ച് എന്ന പേരിൽ പല ശ്രമങ്ങളും നടന്നിരുന്നു. ഇത് വായിച്ച ആൾക്ക് സമ്മാനത്തുകയൊന്നും പഠിക്കേണ്ട, വെറുതെ കേട്ടിരുന്നാൽ മതി. $7 ലക്ഷം സമ്മാനമായി നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് എഴുതിയത് ഫിലോഡമസ് എന്ന തത്വചിന്തകനാണ് ഈ ചുരുൾ എഴുതിയത്. ഈ ചുരുളിന്റെ പേര് പാപ്പിറസ് എന്നാണ്. ഈ ചുരുളിന്റെ പേര് ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇനി അടുത്ത ചോദ്യം, കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമിന്റെ പേര്. വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഇത്തരം ചോദ്യങ്ങളാണ് കൂടുതൽ വരാൻ ചാൻസ്. പിന്നെ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്കി നിർമ്മിത ബുദ്ധി ഉണ്ടല്ലോ, ഈ കൃത്രിം എന്നൊക്കെ ഉള്ള പേരിലൊക്കെ പറഞ്ഞതുപോലെ അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. സോറ, ആ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. അടുത്തത് നമ്മൾ പറഞ്ഞത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമിന്റെ പേരാണ് സി സ്പേസ് എന്നുള്ളത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഒരു OTT പ്ലാറ്റ്ഫോം പുറത്തിറക്കുന്നത്. അല്ലെ, നമ്മൾ പലപ്പോഴും ഈ പടം റിലീസായി 1 മാസം കഴിയുമ്പോഴേക്കും നമുക്കത് OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാവില്ല. അപ്പൊ സർക്കാർ OTT പ്ലാറ്റ്ഫോം ഇറക്കാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ. അത് ആരാണ്? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമിന്റെ പേര് സി സ്പേസ് എന്നുള്ളതാണ്. സി സ്പേസ്. അടുത്തത്, തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേര്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടത്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെ-സ്മാർട്ട് എന്നുള്ളത്. ഇത് 2024 ഏപ്രിൽ 1 മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കെല്ലാം തന്നെ വ്യാപിപ്പിക്കും. ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലാണ് നടപ്പിലാക്കുന്നത്. 2024 ഏപ്രിൽ 1 മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തായ പദ്ധതിയുടെ പേര് അല്ലെങ്കിൽ ആപ്പ്. അതിന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക, കെ-സ്മാർട്ട് എന്നുള്ളതാണ്. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭ്യമാകുന്ന മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ-സ്മാർട്ട് എന്നുള്ളത്. അടുത്തത്, മനുഷ്യൻ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ പകർത്തുന്നതിന്റെ ഭാഗമായി ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ അടുത്തിടെ വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചു. ഏത് കമ്പനിയാണ് ഈ പരീക്ഷണം വിജയകരമായി നടത്തിയത്? ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി, അല്ലെ? എനിക്ക് ചോറ് തിന്നണമെന്ന് ചിന്തിക്കുമ്പോഴേക്കും അത് എവിടേക്ക് പകർത്തപ്പെടും? കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്കോ പകർത്തപ്പെടും. അപ്പൊ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാണ് ചോറ് തിന്നണം. ഇതല്ല, നമ്മൾ എന്ത് ചിന്തിച്ചാലും നമുക്കത് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നതല്ല, നമുക്ക് നോട്ട്സ് ഒന്നും തന്നെ ഇനി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമോ അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചിന്തിച്ചാൽ മതി, അപ്പോഴേക്കും അത് കമ്പ്യൂട്ടറിലേക്കോ നമ്മുടെ ഫോണിലേക്കോ
പകർത്തും. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പുകൾ ഘടിപ്പിച്ചു, വയർലെസ് ചിപ്പുകൾ ഘടിപ്പിച്ചു. നമ്മുടെ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തത്. ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ചെയ്തത്. ഏത് കമ്പനിയാണ് ഈ പരീക്ഷണം വിജയകരമായി നടത്തിയതെന്ന് ചോദിച്ചാൽ ന്യൂറാലിങ്ക് ആണ്. ന്യൂറോൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ന്യൂറോണുകൾ വഴിയല്ലേ. അപ്പൊ ന്യൂറാലിങ്ക് എന്നുള്ളതാണ് ആ കമ്പനിയുടെ പേരെന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് മൃഗങ്ങളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2023 മെയ്യിലാണ് മനുഷ്യരിൽ ഇത് പിടിപ്പിച്ചത്. ഇനി ഇതിവർ വെറുതെ കൊണ്ടൊന്നും നടത്തിയതല്ല. ഇതിന് നമ്മുടെ US-ന്റെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അനുമതി ലഭിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു പരീക്ഷണം നടത്തിയത്. അന്വേഷണാത്മകമായ ഈ പരീക്ഷണത്തെ പ്രൈം എന്നാണ് വിളിക്കുന്നത്. പ്രൈമിന്റെ ഫുൾ ഫോം പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റഡ് ബ്രെയിൻ എന്നുള്ളതാണ്. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നുള്ളതാണ്. പ്രൈമിന്റെ ഫുൾ ഫോം എന്താണ്? പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റഡ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നുള്ളതാണ് ഇതിന്റെ മുഴുവൻ പേരും. മുടി നാരുകളെക്കാളും നേർത്ത 64 ചിപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ചെറുനാരുകളാണ് ഈ ചിപ്പിലുള്ളത്. മുടിനാരുകളെക്കാളും നേർത്ത 64 ചെറുനാരുകളാണ് ഈ ചിപ്പിലുള്ളത്. നമ്മുടെ തലയിലൊക്കെ വെക്കാനാണല്ലേ, വലിയ സാധനമൊന്നും കൊണ്ടൊന്നും ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ മുടിനാരുകളെക്കാട്ടും നൈസായിട്ടുള്ള 64 നാരുകളാണ് ഈ ചിപ്പിലുള്ളതെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ടത് ആ കമ്പനിയുടെ പേരാണ് ന്യൂറാലിങ്ക് എന്നുള്ളത്. ഇത് ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഇലോൺ മസ്ക് ആണ് നേതൃത്വം നൽകിയതെന്ന് ഓർത്തിരിക്കാം. ഇനി അന്വേഷണാത്മകമായി ഈ പരീക്ഷണത്തെ പ്രൈം എന്നാണ് വിളിക്കുന്നത്. മുടിനാരുകളെക്കാട്ടും നേർത്ത 64 നാരുകളാണ് ഈ ചിപ്പിലുള്ളതെന്നും കൂടിയും ഓർത്തിരിക്കാം. അടുത്തത് 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഇത് കേട്ടിട്ടുണ്ടാവും. ഒമേഗിൾ ആണ് അല്ലെ. ഒമേഗിൾ നമ്മുടെ ഹിപ്സ്റ്റർ, നമ്മുടെ ആവേശത്തിലെ ഹിപ്സ്റ്റർ ഇതിലല്ല ചാറ്റ് ചെയ്തിരുന്നത്, ഒമേഗിൾ ആണെന്ന് തോന്നുന്നു. അപ്പൊ 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. വീഡിയോ ചാറ്റിംഗ് നടത്താം. ലോകത്തിലിരിക്കുന്ന ഏത് ആൾക്കാർ ആരുമായിട്ടും നമുക്ക് വീഡിയോ ചാറ്റ് ചെയ്യാൻ സാധിക്കും. ആ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഒമേഗിൾ എന്നാണ് അതിന്റെ പേര്. 2023 നവംബറിൽ അത് പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇനി ഇത് പ്രവർത്തനം ആരംഭിച്ചത് 2009 അപ്പൊ 2023 അവസാനിപ്പിച്ചു. 2009 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അമേരിക്കക്കാരനായിട്ടുള്ള കെ ബ്രൂക്സ് എന്ന് കേട്ടാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. കെ ബ്രൂക്സ് ആണ് ഇത് അയാളുടെ 18ാമത്തെ വയസ്സിൽ സജ്ജമാക്കിയത് എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഒമേഗിൾ ആണ് ഈ ഇടയ്ക്ക് 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം. അടുത്തത് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് സിഇഒ. ചുമ്മാ ചെറിയ പുള്ളിയൊന്നല്ല, സിഇഒ ആണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് സിഇഒ മിക്ക എന്നുള്ളതാണ്. പോളിഷ് കമ്പനിയായ ഡിക്റ്റഡോർ ആണ് മിക്കയ്ക്ക് ഈ സിഇഒ പദവി നൽകിയത്. ഇനി മനുഷ്യന്മാരൊന്നും തന്നെ സിഇഒ ആയിട്ട് വേണമെന്നില്ല. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു സിഇഒ പദവി നൽകുകയാണ്. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് സിഇഒ ആണ് മിക്ക എന്ന് പറയുന്നത്. പോളിഷ് കമ്പനി ആയിട്ടുള്ള ഡിക്റ്റഡോർ ആണ് മിക്കയ്ക്ക് ഈ സിഇഒ പദവി നൽകിയത്. അപ്പൊ ഇനി വരുന്ന മിക്ക കമ്പനികളും ഇത് തന്നെ ചെയ്യുന്ന ഓർത്താൽ മതി. ആദ്യമായിട്ട് ഒരു കമ്പനി തുടങ്ങിയില്ല, ഒരു റോബോട്ടിനെ വാങ്ങിച്ചാൽ ആ റോബോട്ടിന്റെ മെയിൻ്റെനൻസ് ചാർജ് അല്ലേ ഉള്ളൂ, അല്ലാതെ ആർക്കും ശമ്പളം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അപ്പൊ ഇനി മിക്ക കമ്പനികളും ഇത് തന്നെ ഫോളോ ചെയ്യുന്ന ഓർക്കുക. അപ്പൊ മിക്ക എന്നുള്ളതാണ് ആ റോബോട്ടിന്റെ പേര്. മനസ്സിലായോ? മിക്ക എന്നുള്ളതാണ് ആ റോബോട്ടിന്റെ പേര്. അടുത്തത് വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനി പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യ. വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനി പകർപ്പ് സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AI സാങ്കേതിക വിദ്യയാണ് വോയിസ് എഞ്ചിൻ. നമുക്ക് പെട്ടെന്ന് കിട്ടൂല്ലേ വോയിസ് എഞ്ചിൻ എന്താണ്? നമ്മളുടെ ശബ്ദം ഉപയോഗിച്ചിട്ട് അതേപോലെ തന്നെയുള്ള സിമിലർ വോയിസ് ഉണ്ടാക്കുക. വെറുതെ ഉണ്ടാക്കല്ല, അത് സംഭാഷണത്തിലാണ്. വെറും 15 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വ്യക്തിയുടെ റെക്കോർഡ് ചെയ്ത ഒരു ശബ്ദം ഉപയോഗിച്ചിട്ട് അയാളുടെ ദീർഘനേര സംഭാഷണങ്ങൾ നിർമ്മിച്ചെടുക്കാൻ ഈ വോയിസ് എഞ്ചിന് സാധിക്കും. വെറും 15 സെക്കൻഡ് മാത്രമുള്ള ഒരു വോയിസ് ക്ലിപ്പ് കൊടുത്താൽ മതി.
ദീർഘനേരമുള്ള സംഭാഷണങ്ങൾ വരെ ഈ വോയിസ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനി പകർപ്പ് സൃഷ്ടിക്കുന്ന നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഓപ്പൺ AI സാങ്കേതിക വിദ്യയാണ് വോയിസ് എഞ്ചിൻ. വോയിസ് എഞ്ചിൻ കേൾക്കുമ്പോൾ തടയാളല്ലോ അത് വോയിസ് ഉണ്ടാക്കാനാണെന്ന്, ശബ്ദം ഉണ്ടാക്കാനാണെന്ന്. അടുത്തത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജൻ. അപ്പൊ ഇന്ത്യൻ വംശജൻ ആയതുകൊണ്ട് ശ്രദ്ധിക്കണം, പവൻ ദവുലൂരി ആണ്. പവൻ ദവുലൂരി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസിന്റെ മേധാവിയായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജന്റെ പേരെന്താണ്? പവൻ ദവുലൂരി ആണ്. അപ്പൊ നല്ലോണം പാനിപ്പൂരി ഒക്കെ കഴിച്ച് വളർന്നതായിരിക്കും അല്ലെ, അങ്ങനെ ചിന്തിച്ചാൽ മതി. പവൻ ദവുലൂരി ആണ്. അത് IIT മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. IIT മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ പവൻ ദവുലൂരി എന്ന് പറയുന്നത്. നമുക്കറിയാം മിക്ക പ്രമുഖ വ്യക്തികളും ഇവിടെ പല IITയിലും പഠിച്ച് പാസ്സായിട്ട് ഇങ്ങനത്തെ വലിയ വലിയ കമ്പനിയുടെ ഹെഡായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജനാണ് പവൻ ദവുലൂരി എന്ന് പറയുന്നത്. അടുത്തത് ചാറ്റ് GPT, ഗൂഗിൾ ബാഡ് എന്നിവയ്ക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിക്കുന്ന ചാറ്റ് ബോട്ട്. അപ്പൊ ഇലോൺ മസ്ക് പുതിയ ചാറ്റ് ബോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേര് ഗ്രോക്ക് എന്നാണ്. ഗ്രോക്ക് മസ്കിന്റെ XAI എന്ന കമ്പനിയാണ് നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇത് വികസിപ്പിച്ചെടുത്തത്. അപ്പൊ അതിന്റെ പേരെന്താണ്? അപ്പൊ എലോൺ മസ്ക് നമ്മുടെ ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞിട്ട് മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇത് അദ്ദേഹം എന്താണ്, ഒരു ചാറ്റ് ബോട്ടാണ്. ചാറ്റ് GPTയും ഗൂഗിൾ ബാഡൊക്കെ പോലെ ഒരു പുതിയൊരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ പേരാണ് ഗ്രോക്ക് എന്നുള്ളത്. ചാറ്റ് GPT പോലെ ചാറ്റ് ബോട്ട് രൂപത്തിൽ തന്നെയാണ് ഗ്രോക്കും പ്രവർത്തിക്കുന്നത്. അതിന്റെ പേര് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഗ്രോക്ക്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഓങ്കോളജി സെന്റർ. അത് ഉപയോഗിച്ച് മാത്രമല്ല, അതായത് അവിടെ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താം. അതെവിടെയാണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള അപ്പോളോ ക്യാൻസർ സെന്ററിലാണ്. അല്ലെ, ഓങ്കോളജി ചികിത്സയ്ക്ക്, അതായത് നമ്മുടെ ക്യാൻസർ ചികിത്സയ്ക്ക് വരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തുടങ്ങി അല്ലെ. ഇനി ഡോക്ടർമാരൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മതി. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എവിടെയാണ് നിലവിൽ വന്നത്? ബാംഗ്ലൂരിലാണ് നിലവിൽ വന്നത്. അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യങ്ങൾ തീർന്നു. നമുക്കൊന്നും കൂടി നോക്കാം, ഓടിച്ച് നിങ്ങൾ തന്നെ കിട്ടുമെന്നൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ആദ്യം ഈ ബഹുഭാഷാ നിർമ്മിത പ്ലാറ്റ്ഫോം വരെയാണ്. ബഹുഭാഷാ നിർമ്മിത പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഒരു ഭാഷ പ്രവർത്തിക്കുന്ന അല്ലേ, നമുക്ക് 1-2 ഭാഷ പറയാൻ പറ്റും. കുറെ ഭാഷ പറയുന്നുണ്ടെങ്കിൽ അതെന്തായാലും കൃത്രിമമായിരിക്കും. അപ്പോൾ കൃത്രിം എന്നാണ് ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ചോദ്യം പറഞ്ഞത്, ഈ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ഈ ഭീഷണികൾ നേരിടാൻ വേണ്ടി ലോകരാജ്യങ്ങളുടെ ആദ്യത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? അത് ഇംഗ്ലണ്ടിലെ ബെച്ച്ലി പാർക്കിലാണ് നടന്നത്. 28 രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 2023 നവംബർ 1-2 തീയതികളിലായിട്ടാണ് നടന്നത്. അപ്പൊ ഇംഗ്ലണ്ടിലെ ബെച്ച്ലി പാർക്ക് മറക്കരുതേ. അടുത്തത് ഓൺലൈനിൽ കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും ചൂഷണങ്ങളും ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെറ്റയും ഗൂഗിളും ചേർന്ന് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്തെന്നാണ്? ലാറ്റേൺ എന്നാണ് പദ്ധതിയുടെ പേര്. അടുത്തത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 2 3 4 5 6 എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത് ഉപയോഗിക്കുന്നത് അഡ്മിൻ എന്നുള്ള പാസ്വേഡും മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് 1 2 3 4 5 6 7 8 എന്നുള്ള പാസ്വേഡുമാണ്. ഇനി 2000 വർഷം പഴക്കമുള്ള ഒരു റോമൻ ചുരുൾ ഈയിടെ AI ഉപയോഗിച്ചിട്ട് വായിച്ചെടുത്തു അല്ലെ. അത് ചുരുളിന്റെ പേരെന്താണ്? ആ ചുരുളിന്റെ പേര് പാപ്പിറസ് ചുരുൾ എന്നാണ്. പാപ്പിറസ് ചുരുൾ എന്നാണ് അതിന്റെ പേര്. അത് എഴുതിയത് ഫിലോഡമസ് എന്ന തത്വചിന്തകനാണ്. പാപ്പിറസ് ചുരുൾ എന്നാണ് ആ ചുരുളിന്റെ പേര്. ഫിലോഡമസ് എന്ന തത്വചിന്തകനാണ് അത് എഴുതിയത്. അതിനെങ്ങനെയാണ് നശിച്ചു പോയത്? മൗണ്ട് വെസുവിയസ് എന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ്. മൗണ്ട് വെസുവിയസ് എന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ് അത് നശിച്ചു പോയത്. ഇത് വെസുവിയസ് ചലഞ്ച് എന്നുള്ള പേരിൽ ഇത് വായിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് AI ഉപയോഗിച്ച് വായിച്ചെടുത്തത്. ആ വായിച്ച ആൾക്ക് 7 ലക്ഷം $, അതായത് ഇന്ത്യയിലെ 5.8 കോടി രൂപ സമ്മാനമായിട്ട് നൽകിയെന്നും പറഞ്ഞു. അടുത്തത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? സി സ്പേസ് എന്നുള്ളതാണ്. സി എന്ന് പറയുമ്പോൾ സിനിമയായിരിക്കും അല്ലെ. രാജ്യത്തിലെ ആദ്യത്തെ സർക്കാർ OTT പ്ലാറ്റ്ഫോമാണ്. സി സ്പേസ് എന്ന് പറയുന്നത്.
അടുത്തത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നതിനുള്ള പദ്ധതിയുടെ പേരെന്താണ്? കെ സ്മാർട്ട് എന്നുള്ളതാണ്. കെ സ്മാർട്ട് ആദ്യമായിട്ട് ഇത് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെയാണ് നടപ്പിലാക്കുന്നത്. അതിനുശേഷം 2024 ഏപ്രിൽ 1 മുതൽ നമുക്ക് കഴിഞ്ഞൂലേ ഇപ്പൊ 2024 ഏപ്രിൽ 1 അത് മുതൽ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വികസിപ്പിക്കും. ഇൻഫർമേഷൻ കേരള മിഷനാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. അടുത്തത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ചിന്തിക്കുന്നതും അതുപോലെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിലേക്കോ ഫോണിലേക്കോ പകർത്തുന്നതിന് വേണ്ടിയിട്ട് ശതകോടീശ്വരനായിട്ടുള്ള ഇലോൺ മസ്കിന്റെ കമ്പനി മനുഷ്യ മസ്തിഷ്കത്തിൽ ഒരു വയർലെസ് ചിപ്പ് ഘടിപ്പിച്ചു. ആ ചിപ്പിന്റെ ഏത് കമ്പനിയാണ് പരീക്ഷണം, ചിപ്പിന്റെ പേരല്ല, ഏത് കമ്പനിയാണ് പരീക്ഷണം നടത്തിയത്? ന്യൂറാലിങ്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് പരീക്ഷണം നടത്തിയത്. ഈ അന്വേഷണാത്മകമായിട്ടുള്ള ഈ പരീക്ഷണത്തിനെ പ്രൈം എന്നാണ് വിളിക്കുന്നത്. മുടിനാരുകളെക്കാളും നേർത്ത 64 ചെറുനാരുകളാണ് ചിപ്പിലുള്ളത്. ഇത് വെറുതെ അല്ല, നമ്മുടെ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്. പരീക്ഷണം നടത്തിയ കമ്പനിയുടെ പേരാണ് ശ്രദ്ധിക്കുന്നത്, ന്യൂറാലിങ്ക് ആണ്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. അടുത്തത് 2023 നവംബറിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ജനപ്രിയ ഓൺലൈൻ വീഡിയോ ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ഏതാണ്? ഒമേഗിൾ ആണ് അല്ലെ. ഇനി അടുത്തത് ലോകത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമനോയിഡ് റോബോട്ടിക് CEO, ഒരു റോബോട്ട് CEO ആക്കാണ് അല്ലെ. AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടിനെ CEO ആക്കി മാറ്റിയത് അല്ലെ. ആ റോബോട്ടിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കമ്പനി ആക്കി കഴിഞ്ഞാൽ പിന്നെ മിക്ക കമ്പനികളും അത് തന്നെ ഫോളോ ചെയ്യില്ല, കാരണം ശമ്പളം കൊടുക്കണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക എന്ന് പറഞ്ഞ റോബോട്ടിനെയാണ് ഇത്തരത്തിൽ CEO ആക്കി മാറ്റിയത്. മിക്ക എന്ന് പറഞ്ഞ റോബോട്ടിന്റെ പേരാണ് മിക്ക എന്നുള്ളത്. കമ്പനിയുടെ പേരെന്താണ്? ഡിക്റ്റഡോർ എന്നാണ് കമ്പനിയുടെ പേര്. പോളിഷ് കമ്പനിയാണ് ഡിക്റ്റഡോർ. അടുത്തത് വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനി പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AIയുടെ പേരെന്താണ്? വ്യക്തികളുടെ ശബ്ദത്തിന്റെ തനി പകർപ്പ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഓപ്പൺ AIയുടെ പേര് വോയിസ് എഞ്ചിൻ എന്നാണ്. വെറും 15 സെക്കൻഡ് ഉള്ള ഇത് വോയിസ് ക്ലിപ്പ് കൊടുത്താൽ മതി, ദീർഘനേര സംഭാഷണങ്ങൾ വരെ ഈ വോയിസ് എഞ്ചിൻ ഉണ്ടാക്കിയെടുത്തോളും. അടുത്തത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് സർഫേസ് മേധാവിയായിട്ട് നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജന്റെ പേരെന്താണ്? പവൻ ധവലൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. IIT മദ്രാസിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അടുത്തത് ചാറ്റ് GPT-യും ഗൂഗിൾ ബാഡും പോലെ ഇലോൺ മസ്ക് അവതരിപ്പിച്ച പുതിയ ചാറ്റ് ബോട്ടിന്റെ പേര് ക്രോക്ക് എന്നാണ്. ഗ്രോക്ക് എന്നാണ്. ഇപ്പൊ പിള്ളേർക്കൊക്കെ ക്രോക്സിന്റെ ചെരുപ്പിടാനല്ലേ ഇഷ്ടം. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഗ്രോക്ക് പുതിയ ചാറ്റ് ബോട്ട്, പിള്ളേരെ വീഴ്ത്താൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് എന്നാണ് അതിന്റെ പേര്. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെന്റർ എന്ന് വെച്ചാൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉള്ളതാണ് അല്ലെ. അപ്പൊ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായിട്ടുള്ള ഓങ്കോളജി സെന്റർ എവിടെയാണ്? ബാംഗ്ലൂരിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോളോ ക്യാൻസർ സെന്ററിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ബാംഗ്ലൂരിലാണെന്നും അപ്പോളോ ക്യാൻസർ സെന്ററിലാണെന്നും ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് IT-യിൽ നിന്നാണെങ്കിലും പ്രതീക്ഷിക്കാം, കറണ്ട് അഫയേഴ്സിൽ നിന്നാണെങ്കിലും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ ഇത്തരത്തിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ, അല്ലെങ്കിൽ പ്രമുഖമായിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ CEO ആയിട്ട് നമ്മുടെ മലയാളികളൊക്കെ വരാം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇന്ത്യക്കാർ വരാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം അത് നോട്ട് ചെയ്ത് തന്നെ എടുത്ത് പഠിക്കുക. എനിക്ക് കിട്ടിയ എല്ലാ ചോദ്യങ്ങളും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പരാതികളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.